നമ്മുടെ ജലജയും അനാമികയും അതുപോലെ ജാനകിയും കൂടി ഇരുന്നുകൊണ്ട് കുശുമ്പ് പറയുകയാണ് കേട്ടോ. കുറച്ചുള്ള കുശുമ്പൊന്നുമല്ല, ഏതൊക്കെയല്ല കുഞ്ഞിനെ കൊണ്ടുവന്നത് എന്തിനാണ്, അച്ഛന് വേറൊരു പണിയില്ല, അതിനെപ്പറ്റി തീരുമാനമൊക്കെ എടുക്കേണ്ടത് നമ്മുടെ ആദർശം ഏട്ടനും വലിയച്ഛനും ഒക്കെ കൂടിയിട്ടല്ലേ, എന്നിട്ട് അവരും ആരും ഒന്നും മിണ്ടാതിരിക്കുകയാണ്, ഇവർക്കിത് എന്തിൻ്റെ കേടാ എന്നൊക്കെ ഇങ്ങനെ ജലജയും അനാമികയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ആ കുട്ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആദർശിന് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്ങനെ ജാനകി പറയുന്നുണ്ട്. അന്നത്തേക്ക് നമ്മുടെ ജലജയും പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം, അവന് നേരിട്ട് മുത്തശ്ശനോട് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പ്രശ്നം. പിന്നീട് നമ്മുടെ ജാനകി ഇങ്ങനെ അനാമികയോടൊക്കെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ആർക്കറിയാം മോളെ ഇതിൻ്റെ പുറകെ ഇനി അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ കയറി വരുമോ എന്ന്. നമ്മുടെ ജാനകി പറയുന്നുണ്ട്, നിനക്കാണല്ലോ അതൊക്കെ ചോദിക്കാനായിട്ട് ധൈര്യമുള്ളത്, നീ എന്താണെങ്കിലും അച്ഛനോട് പോയി ഒന്ന് ചോദിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ശരിയാണ്, മുഖത്ത് നോക്കിയിട്ട് ആട്ടിയാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ പറയുന്നതിനിടയ്ക്ക് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് കരുതിയിട്ട് നമ്മുടെ ജലജ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നത്തേക്ക് നമ്മുടെ അനാമിക പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിലെ ആരുടെയെങ്കിലും കുട്ടിയാണോ അമ്മേ അത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ ജലജയ്ക്ക് ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ല കേട്ടോ. മുത്തച്ഛൻ്റെ അടുത്തുനിന്ന് 2 കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് പോകുന്നത്. ചെല്ലുമ്പോഴത്തേക്കിനും മുത്തശ്ശി നമ്മുടെ മരുന്നൊക്കെ എടുത്ത് വെക്കുകയാണ്. മുത്തശ്ശന് അമ്മ ഞാനൊരു കാര്യം പറയാം, അമ്മയോട് ചോദിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്നാലും ചോദിക്കാൻ പോവാണെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അപ്പം നീ ചോദിക്കാൻ പാടില്ലാത്ത എന്തോ കാര്യം ചോദിച്ചുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ പറയും കേട്ടോ. ഇന്നത്തേക്ക് നമ്മുടെ ചില ചോദിക്കുകയാണ്, അച്ഛൻ കാശിൻ്റെ രാമേശ്വരത്തൊക്കെ പോകാറുണ്ടല്ലോ അമ്മേ, അതിന് അല്ല ഇനി അച്ഛന് വല്ല അബദ്ധം വല്ലതും പറ്റി കാണുമോ എന്നിങ്ങനെ പറഞ്ഞ് വായി നാക്കിയിട്ടില്ല. അപ്പം തന്നെ മുത്തശ്ശി ഒരെണ്ണം കൊടുക്കും കേട്ടോ. ഇത് കേട്ടോണ്ട് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണേ. ഈ പ്രായത്തിൽ എനിക്ക് 5 വയസ്സുള്ള മോളുണ്ടെന്നാണ് ഇവൾ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ മുത്തശ്ശൻ വന്നിട്ട് പറയുമ്പോഴത്തേക്കിനും ഇദ്ദേഹം കേട്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. മുത്തശ്ശി എന്ന് ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയാണ് നമ്മുടെ ജലജനെ. എന്താണെങ്കിലും ഇവളുടെ സംശയം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ട്, നാളെ ഒരു ദിവസം നീ പുറത്തു പോയി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതെങ്കിലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ വീണ്ടും മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്ക് അങ്ങനെ ആകെപ്പാടെ ദേഷ്യത്തിലിങ്ങനെ നിൽക്കുകയാണേ. നിനക്കറിയാം, ഞാൻ ജീവിതകാലത്തിനിടയ്ക്ക് ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, നിന്നെ എടുത്ത് വളർത്തിയത്, അത് നിനക്ക് ഓർമ്മ വരണം, നീയേ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക് അച്ഛാ, ഞാനിപ്പം നിൻ്റെ കവളത്ത് അടിച്ചില്ലേ, ആ പാട് ചിലപ്പോൾ മാഞ്ഞു പോയേക്കും, പക്ഷേ വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട്, അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ നിലനിൽക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സോറി അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഇങ്ങനെ കൈപിടിച്ച് കരയുന്നുണ്ടേ. അച്ഛാ ഒന്നും മനസ്സിൽ വെച്ചേക്കലെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, കൊച്ചുനാളിലെ മുതൽക്ക് ഞാൻ ഇവൾക്ക് അച്ഛനായിരുന്നു, അങ്ങനെയുള്ള ഇവളാണ് എന്നെ സംശയിച്ചത്, അപ്പോൾ പിന്നെ വേറെ ഇവള് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ദൈവത്തിന് അറിയാം, ദൈവത്തിനെ പോലും കൂടി ഇവൾക്ക് സംശയമാണ്, ഇവള് നാളെ ദൈവത്തിനെയും കുറ്റം പറയുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ജലജ പറയുന്നുണ്ട്, ഒരബദ്ധം ആർക്കായാലും പറ്റുമല്ലോ അച്ഛാ, വീണ്ടും ഞാൻ സോറി പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലാത്ത നന്മയില്ലാത്തവർ അങ്ങനെ പലതും പറയും, താനതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയോട് പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ദേവയാനി ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 × 9 = 81 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗുണനപ്പട്ടിയൊക്കെ പഠിപ്പിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആദർശം പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും മോള് ടാറ്റയൊക്കെ പറയുന്നുണ്ട്. ഇവൻ്റെ മനസ്സിൽ പിടുത്തം ഇതുവരെ തീർന്നില്ല എന്നൊക്കെ ചോദിക്കും കേട്ടോ. ആദർശ് ടാറ്റയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഇപ്പം ആകെപ്പാടെ ടെൻഷനിലാണ്, കുറച്ചൊന്നും അല്ല ഉള്ളത് എന്നൊക്കെ പറയും കേട്ടോ. അമ്മ എന്നാലും ആദർശേട്ടന് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നയനെ. എന്താണെങ്കിലും അതൊക്കെ മോള് തന്നെയാണ് ചോദിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് ദേവയാനും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്കൂളിൽ ചേർത്തേണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. കുട്ടിക്ക് വയസ്സായല്ലോ, ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ ചേർത്തേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അത് മോളും ആദർശം കൂടെ പോയിട്ട് ഒരു ദിവസം പോയി അഡ്മിഷൻ എടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആദർശിങ്ങനെ വണ്ടി കയറി നിന്നിട്ട് നമ്മുടെ നയനെ നമ്മുടെ വണ്ടിയുടെ ഹോൺ അടിച്ചിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വാ 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 എന്ന് പറഞ്ഞിട്ട്. പിന്നീട് നമ്മുടെ ദേവയാനി ഇങ്ങനെ കുഞ്ഞിനോട് പറയുന്നുണ്ട്, നയനമായി കഴിഞ്ഞും പാവമാണ് ആദർശ് അച്ഛൻ, അപ്പോഴത്തേക്കിനും അത് പിന്നീടെല്ലാം ശരിയായിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും കുഞ്ഞിങ്ങനെ മനസ്സിൽ പറയുകയാണ്, ആദർശ് മാമന് വലിയച്ഛനൊന്നും അല്ല, എൻ്റെ അച്ഛനാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആദർശനാണെങ്കിൽ മൊത്തത്തിൽ ടെൻഷനാണ്, ഒരു ലഗാനവും ഇല്ലാതെയാണ് നമ്മുടെ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ആവേണ്ടതായിരുന്നു, ആ പാകത്തിലാണ്. എന്നിട്ട് നമ്മുടെ സ്കൂട്ടറുകാരനാണ് വന്നത് എതിരെ ചാടിയത്. അപ്പോഴത്തേക്കിനും എവിടെ നോക്കിയിട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആദർശനോട് ചോദിക്കുന്നുണ്ട്. നയനയാണെങ്കിൽ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നീട് നമ്മുടെ ആദർശിന് അങ്ങ് ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടുകയാണ് കേട്ടോ. പെട്ടെന്ന് ശ്വാസം മുട്ടലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നയനയ്ക്ക് അങ്ങ് പേടിയായിട്ട് നമ്മുടെ നെഞ്ചൊക്കെ തടവി തടവി കൊടുക്കുന്നുണ്ട്. എന്താ ആദർശേട്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഇൻഹേലർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇൻഹേലറൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആശുപത്രി പോകാമെന്നൊക്കെ പറയുന്നുണ്ട് നയന. അന്നത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട് വേണ്ട ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇത് കുഞ്ഞ് നല്ല തൊട്ട് എനിക്ക് ഉള്ളതല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പതിയെ വണ്ടി എടുത്തിട്ട് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് കേട്ടോ. അനിയും കൂട്ടുകാരും നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ നന്ദന ഫോൺ എടുക്കുന്നില്ല, നന്ദു ഫോൺ എടുക്കുന്നില്ല. അതാണ് നമ്മുടെ അനിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം അനാമിക എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ പറയും അവൾ പഴയത്തിനെ കഴിഞ്ഞ് അപ്പുറത്തായിട്ടാണ് നടക്കുന്നത്. പിന്നെ അമ്മയുടെ അടുത്ത പേരിന് പോയിട്ട് ഒരു പരാതി പറയും, അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കൂട്ടുകാർ പറയുന്നുണ്ട് നീ തന്നെയല്ലേ നിൻ്റെ ജീവിതം തൊലച്ചത്, നിനക്ക് നേരത്തെ തന്നെ ആ ഇഷ്ടം പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. പിന്നീട് നമ്മുടെ നന്ദനയും കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് ഭയങ്കരമായിട്ട് എക്സസൈസൊക്കെ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ പുതിയ ട്രെയിനർ വരും കേട്ടോ. മധുസൂദൻ എന്നാണ് പേര്, നമ്മുടെ മുട്ടയാണ്. അങ്ങനെ വന്നിട്ട് പുതിയതായിട്ട് ചാർജ് ചെയ്ത ആൾ വരുമ്പോൾ തന്നെ നമ്മുടെ നന്ദന ഗുഡ് മോർണിംഗ് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നിന്നോട് ഞാൻ ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞോ എന്നങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും എന്താ നിൻ്റെ പേരും ചോദിക്കുക. അപ്പം നന്ദന എന്ന് പറയും കേട്ടോ. അപ്പം ഇങ്ങനെ മധുസൂദനൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ അവൻ പറഞ്ഞ ആൾ ഇവളാണല്ലേ, നന്ദു എന്ന് വിളിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദു ചോദിക്കും അത് സാറിന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുക. നന്ദന എന്നുള്ള പേരിനെ നന്ദു എന്ന് വിളിക്കുന്ന സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്രയും വരെ ആയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരെയും നിരത്തി നിർത്തിയിട്ട് പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ആയിട്ട്. എന്നിട്ട് നമ്മുടെ ട്രെയിനർ പറയുന്നുണ്ട് ഞാൻ മധുസൂദനൻ നിന്ന് ഞാനായിരിക്കും നിങ്ങളുടെ ട്രെയിനർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ മധുസൂദനൻ സാറ് വെറുതെ അല്ല അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്, നന്ദുവിനെതിരായിട്ട് നല്ലൊരു പോരാളിയായിട്ട് തന്നെയാണ് കേട്ടോ. നന്ദുവിനെ ആദ്യം തന്നെ പുഷപ്പിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ സ്റ്റാമിന എത്രയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ തന്നെ ആദ്യം പുഷപ്പിന് ചെയ്യുകയാണ്. കാലുവളയിൽ കൈകുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. നന്ദു ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്നും വയ്യാതെ. അന്നത്തേക്കിനും പുഷപ്പ് മുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് എന്നാൽ പിന്നെ ഒരു 3 റൗണ്ട് ഗ്രൗണ്ട് ചുറ്റിയിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ അനാമികയുടെ അച്ഛൻ വിളിക്കുന്നുണ്ട് കേട്ടോ. മധുസൂദന എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാനിവിടെ വന്നു, നന്ദുവിനെ കണ്ടു, നന്ദു അവൾക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്താണെങ്കിലും ക്രിമിനൽ മൈൻഡുള്ള അവളെ ഞാൻ ഇതിനകത്ത് വെച്ച് ഉറപ്പിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ മധുസൂദനൻ ട്രെയിനർ പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും സന്തോഷിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അനാമിക അപ്പോൾ വീട്ടിലുണ്ട്. എന്താ അച്ഛൻ അവിടെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അവിടെ മധുസൂദനൻ സാറ് നമ്മുടെ നന്ദുവിനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും എന്നൊക്കെ പറയും കേട്ടോ. അതായത് നമ്മുടെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് എസ്ഐ ആകുന്നതിന് മുന്നേ അവൾ 2 പ്രാവശ്യം നമ്മുടെ വീട്ടിൽ കയറി തല്ലിയത്, അതിനൊക്കെ അവൾക്ക് നമുക്ക് പരിഹാരം അതിനെല്ലാത്തിനും കിട്ടണം, അവൾ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനാമിക പറയുന്നുണ്ട് അവളിട്ട് പൊരിക്കുന്നത് നമുക്ക് അവിടെ പോയി ഒന്ന് കണ്ടാലോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് വേണ്ട മോളെ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ നമ്മളാണ് ഇതിനൊക്കെ പുറകിലെന്ന്, അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. ഇപ്പോഴും ആ മാല കളവ് പോയത് വിളിച്ചിട്ട് വന്നിട്ടില്ല. അപ്പോൾ നന്ദുവിന് എസ് ഐ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള അന്വേഷണമൊക്കെ വരും. അതുപോലെ തന്നെ പാലിൽ വിഷം ചേർത്തതിൻ്റെ കണക്കുമുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാകും മോളെ. അത് തന്നെയല്ല പോലീസുകാർ ലോക്കപ്പിലിട്ടിട്ട് നിൻ്റെ അച്ഛനെ 2 തല്ലിക്കഴിഞ്ഞാൽ മണി പോലെ ഇപ്പം കാര്യങ്ങൾ പറയുകയും ചെയ്യും. അവസാനം ഞാനും എൻ്റെ മോളും കുടുങ്ങുകയും ചെയ്യും. ഞാനോ എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ തന്നെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോള് അവിടെ നിന്ന് പുറത്താകും. അപ്പോൾ അതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് നന്ദു എസ് ഐ ആവാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും അനാമിക പറയുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടല്ലേ പോകാനായിട്ട് ബുദ്ധിമുട്ട്, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മധുസൂദനൻ സാറിനെ ഇങ്ങോട്ടേക്ക് ഫോട്ടോ ആയിട്ട് അയച്ചു തരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കിനും അവൾക്ക് നമ്മളെ ചതച്ചില്ലേ, അതിന് അവളുടെ ഷേപ്പ് മാറിയിട്ടായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുപോലെ തന്നെ നന്ദുവിൻ്റെ ഹൈറ്റിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഹൈറ്റ് കുറവാണല്ലോ പിന്നെ എങ്ങനെ ഇതിനകത്ത് കടന്നു കൂടി എന്നൊക്കെ മധുസൂദനൻ സാറ് ചോദിക്കുന്നൊക്കെ ഉണ്ട്. എന്താണെങ്കിലും നന്ദു ഇങ്ങനെ ഓടി ക്ഷീണിച്ച് തളർന്ന് ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്